നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിപ്പോയി നിധിക്ക്. കാരണം താൻ ഇവിടെ നിൽക്കുന്ന സമയത്താണ് തന്റെ വീട്ടുകാരെ വന്നിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീതുവിന്റെ അച്ഛനും അമ്മയൊക്കെ. അത് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. അങ്ങനെ നിധി സുധീഷിന്റെ കയ്യിൽ നിന്ന് താലിമാലയും വാങ്ങിച്ച് കഴുത്തിലിട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് നീതുവിന്റെ അമ്മയെ പൊളിച്ചടുക്കുകയാണ്. നിങ്ങൾ എന്താ പറയണേ? നിങ്ങൾക്ക് എന്തറിയാം ഈ കുടുംബത്തെക്കുറിച്ച്? മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഇവിടെ വന്നിട്ട് അതും ഇതൊന്നും പറയരുത്. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ പറഞ്ഞു, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ ഈ കുടുംബത്തെക്കുറിച്ച് ആരെങ്കിലും ഒരാള് ഒരു നല്ല വാക്ക് പറയുന്നുണ്ടോ? അതെ, ഈ കുടുംബത്തെക്കുറിച്ച് മറ്റുള്ളവർ അങ്ങനെ പലതും പറയും. പക്ഷെ എന്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് 3-4 മാസമായി. ഇന്ന് വരെ ഈ കുടുംബത്തിലുള്ളവരെ എന്നെ ഒരു മരുമകളെ പോലെ അല്ല കണ്ടിരിക്കുന്നത്, മകളെ പോലെ കണ്ടിരിക്കുന്നത്. ഞാൻ സുധീഷിന്റെ ഭാര്യയാണ്. സുധീഷിന്റെ ഭാര്യ എന്ന നിലയിലുള്ള എല്ലാ ബഹുമാനം കാര്യങ്ങളും ഈ വീട്ടിലുള്ള അച്ഛനാണെങ്കിലും ശരി, ബാക്കി എന്റെ സഹോദരങ്ങളാണെങ്കിലും എനിക്ക് തരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മകളെ ഇങ്ങോട്ടേക്ക് കെട്ടിച്ചു വിടുവോ കെട്ടിച്ചു വിടാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെങ്കിൽ ഈ കുടുംബത്തെക്കുറിച്ച് കുറ്റം പറയാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല. അത് കേട്ടപ്പോ നീതുവിന്റെ അച്ഛൻ ചന്ദ്രൻ പറഞ്ഞു, പിന്നെ നീ ഇവിടെ വന്നിട്ട് സുഖ സന്തോഷത്തോടെ ജീവിക്കുന്നത് അത് ഞങ്ങൾ വിശ്വസിക്കണോ അല്ലേ? അപ്പോഴേക്കും നീതുവിന്റെ അമ്മ പറഞ്ഞു, ഇവള് വെറുതെ തള്ളി മറിക്കണതാ. പിന്നെ തള്ളി മറിക്കുന്നതാന്ന് നിങ്ങളല്ലേ പറഞ്ഞ ഈ വീട്ടിൽ ഒരു പെണ്ണ് പോലും വാഴില്ലാന്ന്. ഞാൻ ഈ കുടുംബത്തിൽ തന്നെ താമസിക്കണത്. എനിക്ക് എന്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ അവരെക്കാൾ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാ ഇവിടെ ഉള്ളവരൊക്കെ എന്നെ നോക്കുന്നത്. അത് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളുടെ മോളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണെങ്കിൽ അവളെ നല്ല പൊന്നുപോലെ ഈ വീട്ടിലുള്ളവർ നോക്കും. പിന്നെ നിങ്ങൾക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ മോൾക്ക് ഭാഗ്യമില്ലെന്ന് പറഞ്ഞാൽ മതി. അത് മാത്രമല്ല, ഹരീഷിന്റെ സ്വഭാവം നല്ലൊരു സ്വഭാവമാണ്. ഹരീഷിനെ പോലെ ഒരു പയ്യനെ കിട്ടാനായിട്ട് നിങ്ങളുടെ മോള് പുണ്യം ചെയ്യണം. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം നീതുവിന്റെ അമ്മ പറഞ്ഞു, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനേതാ പുണ്യാണല്ലേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെയൊന്നും പറയാനുള്ള റൈറ്റ്സ് ഒന്നും നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ മതി. അതിന് ഇവിടെ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ കുടുംബത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഞാൻ അനുഭവസ്ഥയാണ്. ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം എല്ലാരും പലതും പറയും കുടുംബത്തെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ അതൊന്നും അല്ല എന്റെ സത്യാവസ്ഥ. അനുഭവിച്ചറിഞ്ഞവളാണ് ഞാൻ. ആകെപ്പാടെ നാണക്കേടായിപ്പോയി നീതുവിന്റെ അച്ഛനും അമ്മയ്ക്കും. ഒടുവില് നീതുവിന്റെ അച്ഛൻ ചന്ദ്രൻ പറഞ്ഞു, വാടി പോവാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരുടെ കൈയും പിടിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. നിധി അവരെ ഒന്ന് നോക്കി. ആ സമയം സുഭാഷും ഭാസ്കരനും അവരെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രേ സമയം ആരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവർക്ക് പോലും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. നിധി ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ? സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് പോരാടി ഒരു ധീര വനിതയായിട്ടാണ് സുധീഷ് ആ സമയം നിധിയെ കാണുന്നേ. സുധീഷ് അമ്പലപ്പോടെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് നിധി പറയുന്നുണ്ടായിരുന്നു, ഞാൻ സുധീഷിന്റെ ഭാര്യയാന്ന്. അത് കേൾക്കുമ്പോൾ ഒരു കോരിത്തരിപ്പായിരുന്നു സുധീഷിന്. അങ്ങനെയെങ്കിലും ഇവള് സമ്മതിക്കുന്നുണ്ടല്ലോ തന്റെ ഭാര്യ ഇവളെന്നുള്ള കാര്യം. പോരാത്തന്നെ താലിമാല ഉയർത്തിപ്പിടിച്ചിട്ടാ ഇത് നോക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നിധിയും ബാക്കിയെല്ലാവരും കൂടെ അകത്തേക്ക് കയറി വന്നു. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു, എന്നാലും നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? അതുകൊണ്ടല്ലേ അവരിവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അത് പിന്നെ ഹരീഷിന് ഇഷ്ടം അവളെ. ഹരീഷ് പറഞ്ഞു, ഇനി അവളെ ഞാൻ കെട്ടാൻ പോകുന്നൊന്നുമില്ല. അവളുടെ വീട്ടുകാർ ഇത്രയും ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഇത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അവളെ എനിക്ക് വേണ്ട. സുധീഷ് പറഞ്ഞു, നീ എന്തൊക്കെയാടാ പറയണെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, അതെ സുധീഷ് ചേട്ടൻ അറിയാലോ, അവളുടെ വീട്ടുകാര് ഇത്രയും വന്ന് പ്രശ്നം ഉണ്ടാക്കി കുടുംബത്തിൽ വന്നിട്ട് ഇനിയിപ്പൊ ഞാൻ അവളെ സ്വീകരിക്കണം എന്നാണ് പറയണേ. സുഭാഷ് പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടെ ആ വീട്ടിലേക്ക് പോയത് എന്തിനാ? അതെനിക്ക് അറിയണം. ഹരീഷ് പറഞ്ഞു, പിന്നെ പോവാതെ അവളുടെ വീട്ടുകാർ ഈ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ ആങ്ങളെ വന്ന് പ്രശ്നം ഉണ്ടാക്കി പിന്നെ അതൊക്കെ കണ്ടും കേട്ട് ഞാൻ മര്യാദയ്ക്ക് ഇരിക്കണം എന്നാണോ സുഭാഷ് ചേട്ടൻ പറയണേ? അതിനെന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, രണ്ടുപേരും പോകാനായിട്ട് പാടില്ലായിരുന്നു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞ രണ്ടുപേരും കാണാതെ വന്നു കഴിഞ്ഞപ്പോ ഇത് മിക്കവാറും അവിടേക്ക് നീതുവിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കുമെന്ന് അവൻ പറഞ്ഞ് കൃത്യമായിരുന്നു. ആ സമയം സുധീഷ് പറഞ്ഞു, അതെന്തേലും ആട്ടെ, എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ നിധി നല്ല പെർഫോമൻസ് ആ കാഴ്ചവെച്ച് വമ്പ പ്രകടനമായിരുന്നല്ലോ. ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. സുഭാഷ് പറഞ്ഞു, അതെ ശരിക്കും പറഞ്ഞാൽ എല്ലാരെയും ഞെട്ടിച്ചു കളഞ്ഞു. സുധീഷ് പറഞ്ഞു, എന്റെ ഭാര്യയല്ലേ അവള്, എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു.
പെട്ടെന്ന് നിധി സുധീഷിനെ നോക്കി. എന്നിട്ട് കഴുത്തേ കിടക്കുന്ന താലിമാല ഊരുമ്പത്തേനും സുധീഷ് പറഞ്ഞു, വേണ്ട വേണ്ട, അത് ഊരണ്ട, അത് അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. നിധി സമ്മതിച്ചില്ല. നിധി ഊരി അത് സുധീഷിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. സുഭാഷൊക്കെ അന്താളിപ്പോട് കൂടി നോക്കുവാണ്. നിധി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. സുധീഷിന് സന്തോഷം സഹിക്കാൻ പറ്റില്ല. സുധീഷ് കിടന്ന് തുള്ളിച്ചാടുന്ന കണ്ടു കഴിഞ്ഞപ്പോ സുഭാഷ് എടാ നിനക്കെന്താ സ്ഥലകാല ബോധമില്ലേ? സമനില തെറ്റിയോ? എടാ അവള് താലിമാല നിന്റെ കയ്യിലേക്ക് ഊരി തന്നെ. ആയിക്കോട്ടെ സുഭാഷ് ചേട്ടാ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അവള് നിലകൊണ്ടു. പെട്ടെന്ന് തന്നെ അവള് താലിമാല മേടിച്ച് കഴുത്തിലിട്ട് നമുക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങിയത് കണ്ടോ? അതിന് കാരണം എന്താ? എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിയത്. അവള് പറഞ്ഞു കേട്ടില്ലായിരുന്നോ ഞാൻ സുധീഷിന്റെ ഭാര്യയാന്ന്? അപ്പൊ അവൾ അംഗീകരിച്ചു കഴിഞ്ഞു ഞാൻ ഭർത്താവാന്ന്. അതുകൊണ്ടല്ലേ അപ്പൊ പിന്നെ എനിക്ക് സന്തോഷിക്കണ്ടേ? അതും പറഞ്ഞിട്ട് സുധീഷ് അവിടെ കിടന്ന് ഡാൻസ് കഴിയുവാണ്. നികേഷും ഹരീഷും ഒക്കെ രണ്ടാളിപ്പോട് കൂടിയിട്ടാ സുധീഷിനെ നോക്കുന്നേ. ഇങ്ങനെ ഒരു ജന്മം. കാരണം സുധീഷിന് അത് മതിയായിരുന്നു. ആ ചെറിയ കാര്യമാണെപ്പോലും സുധീഷ് അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. നിധി അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ, കുറച്ച് സമയത്തേക്കെങ്കിലും തന്നെ ഭർത്താവായിട്ട് അംഗീകരിച്ചല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സുധീഷിന്റെ മനസ്സിലായി. ആ സമയത്ത് നീതുവിനാകപ്പെടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാണ്. അപ്പോഴേക്കും അഖിൽ അങ്ങോട്ട് വന്നു. ഒന്നും രണ്ടും പറഞ്ഞ് അവർ രണ്ടുപേരും വഴക്കായി. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഒരാൾ ഒന്ന് കൊടുക്കുമ്പോൾ മറ്റേ ആൾ രണ്ട് കൊടുക്കും. രണ്ടുപേരും കൂടെ പൊരിഞ്ഞാടി പാത്രമൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയുവാണ്. ആ സമയത്താണ് നീതുവിന്റെ അച്ഛനും അമ്മയും കൂടെ ഭാസ്കറിന്റെ വീട്ടിൽ പോയിട്ട് തിരികെ അങ്ങോട്ടേക്ക് ചെല്ലുന്നേ. അവര് മുറ്റത്തേക്ക് എത്തുമ്പോഴത്തേനും പാത്രമൊക്കെ മുറ്റത്തേക്ക് പറന്നു വരുന്ന കണ്ടു. ആ സമയം ചന്ദ്രൻ പറഞ്ഞു, തുടങ്ങി രണ്ടുപേരും കൂടെ വഴക്കും പ്രശ്നവും. നീതുവിന്റെ അമ്മ പറഞ്ഞു, അതെങ്ങനെയാ? 5 മിനിറ്റ് കണ്ണ് തെറ്റിണ്ട് അടി തുടങ്ങും. ഇവരെ കൊണ്ട് മടുത്തു പോവുള്ളൂ ആൾക്കാരെ കേൾപ്പിക്കാനായിട്ട്. അങ്ങനെ അവരകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ പൊരിഞ്ഞ അടി നടക്കുവാണ്. ഒടുവില് നീതുവിന്റെ അച്ഛനും അമ്മയും കൂടെ നീതുവിനെ അഖിലിനെ കൂടെ പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നീട് ചോദിച്ചു, എന്താടാ നീ ഇതെന്ത് പരിപാടി കാണിച്ച? നീ എന്തിനാ അവളെ തല്ലുന്നതെന്നൊക്കെ നീതുവിന്റെ അമ്മ ചോദിച്ചു. അവളെ തല്ലു, അവളെ കൊല്ലുക ചെയ്യണ്ടേ. അവളുടെ നാക്കിന്റെ നീളം അത്ര മാത്രമാ. ഇത് കേട്ടതും നീതുവിന്റെ അമ്മ ചോദിച്ചു, നീ എന്തിനാടി അവനുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോയത്? പിന്നെ എന്നെ തല്ലിയിട്ടുണ്ട ചേട്ടനൊന്നും ഞാൻ നോക്കില്ല, ഞാൻ കൊടുക്കൂന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ നീ തല്ലുവോ? പിന്നെ അല്ലാതെ ഒന്നും കൂടെ വന്ന് തന്നിട്ടുണ്ടെങ്കിൽ 2 തിരിച്ചങ്ങോട്ട് കൊടുക്കും. ഇടി നാശം പിടിച്ചോളെ പിശാചേ, നിന്നോട് എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കേറത്തില്ലേ? നീ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുവല്ലേ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഈ നാട്ടിലുള്ള ആൾക്കാർ മൊത്തം കേൾക്കൂലോടി ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ. പാത്രമൊക്കെ പറന്നു പോകുന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. ഇത്രയെങ്കിലും നാണമുണ്ടോ? കല്യാണപ്രായമായ പെണ്ണ. നാളെ ഒരു ആലോചന വന്നു കഴിയുമ്പോഴത്തേനും നാട്ടുകാർ നിന്നെ കുറിച്ച് എന്തൊക്കെയായിരിക്കും പറയണേ. അതിന് ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഹരീഷിന്റെ ആയിരിക്കും. എടി വീണ്ടും നീ അത് തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കണം ചോദിച്ചിട്ട് അഖില് അടിക്കാണ്ട് കൈ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോഴേക്കും ചന്ദ്രൻ തടഞ്ഞു. എടാ ഒന്നാ മിണ്ടാതിരിക്കും നീ അവിടെ, മനുഷ്യന് ഒരു സമാധാനം തരത്തില്ല എന്ന് പറഞ്ഞ. അപ്പോഴേക്കും നീതുവിന്റെ അമ്മ പറഞ്ഞു, എടി നീ ഇതെന്തു ഭാവിച്ചത്? അവന്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു വൃത്തികെട്ട കുടുംബം ഞാൻ കണ്ടിട്ട് പോലില്ല. എന്നിട്ട് നിനക്ക് അവിടേക്ക് പോണമല്ലേ? അതെ പോണം, അതിനൊരു മാറ്റമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഹരീഷിന് ഇഷ്ടമാ. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട്, അവനെ മാത്രമേ ഉള്ളൂ. ഒറ്റോണം കിട്ടുമെന്നാണ്ടല്ലോ എന്ന് പറഞ്ഞു നീതുവിന്റെ അമ്മ. അപ്പോഴേക്കും അഖില് വന്ന് അടി തുടങ്ങി. നീതുവും വിട്ടുകൊടുത്തില്ല. വീണ്ടും അടിയായി. ഒരു വ്യക്തി രണ്ടുപേരെയും കൂടെ പിടിച്ചു മാറ്റി, അപ്പനും അമ്മയും കൂടെ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട വരുമെന്നാ തോന്നുന്നു ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ. നീതു പറഞ്ഞു, അതെ എനിക്കിഷ്ടമാന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ എനിക്ക് വേറെ വിവാഹം ആലോചിക്കാൻ നോക്കിയാണ്ടല്ലോ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നീതു അകത്തേക്ക് കയറിപ്പോയി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോഴേക്കും അഖില് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോളെ മര്യാദയ്ക്ക് വേണം വളർത്തിക്കോണം. നാളെ ആൾക്കാർ ഓരോന്ന് പറയും വളർത്തു ദോഷം കൊണ്ടാന്ന്. അവളെ വേണമെങ്കിൽ മുറിയിൽ കൊണ്ടേ കെട്ടിയിട്. ഒരു കാരണവശാലും അവളിനി പുറത്തു പോകാൻ പാടില്ല. അവള് കാരണം മനുഷ്യന് നാണക്കേടാ. അതും പറഞ്ഞ് അഖില് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ ഹരീഷ് പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് വരുമ്പോ സുധീഷ് പറഞ്ഞു, അല്ല നീ ഇതെങ്ങോട്ടാ പോണേ? വാ ഇരിക്ക, നമുക്ക് കളിക്കാന്ന് പറഞ്ഞു. കളിക്കാനാ? നിനക്ക് സുധീഷേണ് ജോലിയും കൂലിയൊന്നും ഇല്ലേ? ഓ ഇല്ലല്ലോ അല്ലേ, ലൈസൻസ് പോലീസ് പിടിച്ചു വെച്ചിരിക്കുള്ളൂ. ആ കാര്യം ഞാൻ മറന്നുപോയി. അപ്പോഴേക്കും സുധീഷ് ആകെപ്പാടെയൊന്ന് ചമ്മി. നികേഷും നിധിയൊക്കെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, അല്ല ഹരീഷേണ് ഇത് അങ്ങോട്ടാ പോണേ? ഇന്ന് സൺഡേ അല്ലേ, സൺഡേ അവധിയല്ലേ? അത് കേട്ടപ്പോ ഹരീഷ് പറഞ്ഞു, അത് പിന്നെ ഞാന്. സുധീഷ് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ ചമ്മല് കാണോ അവന്? രാവിലത്തെ പ്രശ്നങ്ങളൊക്കെ. നിധി പറഞ്ഞു, അതൊക്കെ ഞങ്ങളൊക്കെ അപ്പോഴേ മറന്നുപോയി. ഇനിയിപ്പോ ഇവിടെ ഇരുന്നാ മതി, കടയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കെല്ലാവർക്കും കൂടെ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. വാ ഹരീഷ് ചേട്ടാ നമുക്ക് കളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു,
ക്യാരൻസ് ബോർഡൊക്കെ എടുത്തു വെച്ച് അവർ കളിക്കാനായിട്ട് ഒരുങ്ങുവാണ്. ആ സമയത്ത് സുധീഷ് നികേഷിനെ തോണ്ടി എന്നിട്ട് പറഞ്ഞു, എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എന്ത്? നമുക്കെല്ലാവർക്കും കൂടെ പുറത്തു പോയാലോ? ആ ഞാൻ റെഡിയാ, എങ്കിൽ നിധിയോട് പറ പുറത്തു പോവാന്ന്. നിധി എടുത്തിയോടാ? ഞാൻ പറയില്ല, അത് സുധീഷേട്ടൻ പറഞ്ഞാൽ മതി. എടാ നീ പറയടാ, നമുക്കെല്ലാവർക്കും കൂടെ പൊടിച്ചു പോയി പുറത്തു പോയി അടിച്ചു പൊളിക്കാം. ഇന്ന് സൺഡേ അല്ലേ? ഞാൻ പറഞ്ഞ ശരിയാകത്തില്ല, നീ തന്നെ പറഞ്ഞാൽ മതി. ഒടുവിൽ നികേഷ് പറഞ്ഞു, നിധിയെടുത്തി നമുക്ക് പുറത്തു പോയാലോ? പുറത്തു പോകാനോ? എങ്ങോട്ട്? അല്ല ബീച്ചിൽ പോവാന്ന്. ബീച്ചിലോ? അതെ ബീച്ചിൽ പോവാം, ഇന്ന് അവധിയല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ആ ശരി ഞാൻ ഓക്കേന്ന് പറഞ്ഞു. സുധീഷിന് ഭയങ്കര സന്തോഷമായിരുന്നു. സുധീഷ് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് എസ് മോളൂ എന്നുള്ള കാര്യം. ഹരീഷ് പറഞ്ഞു, ഞാൻ വരുന്നില്ല. അതെന്താ? അതെ എനിക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകണം, കുറച്ച് പണിയുണ്ട്, ബാലൻസ് ഉണ്ട്, അത് തീർക്കണമെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, അത് വേണ്ട ഹരീഷേട്ട, പറ്റില്ല, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷ് പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും കൂടെ പോവാനായിട്ട് റെഡിയാകുവാണ്. ആ സമയത്താണ് നിധി ആ കാര്യം പറയണേ, നമുക്ക് അച്ഛനെയും കൂടെ കൂട്ടാം. പക്ഷെ ഭാസ്കരനെ കൂട്ടിക്കൊണ്ടു പോകാൻ മറ്റുള്ളവർക്ക് താല്പര്യമില്ലായിരുന്നു. ഭാസ്കരന് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നിധി സമ്മതിച്ചില്ല. നിധി പറഞ്ഞു, അച്ഛൻ നമ്മുടെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെയാ വരുന്നത്, അപ്പൊ നമുക്ക് അച്ഛനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോവാം, അച്ഛനും കൂടെ വരട്ടെ, ഞാൻ അച്ഛനോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി ഭാസ്കരന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ഭാസ്കരന് നല്ല സന്തോഷമുള്ള കാര്യമായിരുന്നു അങ്ങനെ കൂടെ പോവാന്ന് പറഞ്ഞ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. നാളെ ഉച്ചയ്ക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.